ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇത് നമ്മൾ ഒരു കുഞ്ഞു വാവകൾക്ക് പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നാപ്കിനാണ്. 3 മാസം കഴിഞ്ഞിട്ടുള്ള ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമുക്ക്. അതിൻ്റെ നീളം വരുന്നത് 14.5 ഇഞ്ചാണ്. അതുപോലെ താഴത്തെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചും മുകളിലത്തേത് 7 ഇഞ്ചുമാണ് വരുന്നത്. നേരെ താഴത്തേക്ക് ടേപ്പ് വെക്കുക. അതിനൊരു 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അപ്പുറത്തെ സൈഡ് 5 ഇഞ്ചും. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് ടേപ്പ് വയ്ക്കുക. അവിടെ നിന്നൊരു 3.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. 2 സൈഡും തുണി മടക്കി ഇട്ടിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കതൊന്ന് വരച്ചെടുക്കാം. നല്ല കർവായിട്ടൊക്കെ വരച്ചെടുക്കുക. ഞാൻ വരക്കണ പോലെ തന്നെ വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. നല്ല വൃത്തിക്ക് അത് നമുക്ക് വെട്ടിയെടുക്കാം. കുഞ്ഞു വാവകൾക്കൊക്കെ നമ്മൾ സാധാരണ തുണിയാണല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. വാവകളുള്ള അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു 5-6 തുണി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറം വശത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈനുള്ളൊരു തുണി വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ വെട്ടിയ തുണിയും ഡിസൈനുള്ള തുണിയും കൂടി നല്ല വശവും കൂടി കൂട്ടി വയ്ക്കുക. അതിൻ്റെ പുറമേലായിട്ട് നമ്മളിപ്പോൾ ഈ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചാൽ മതി. കോട്ടണായിട്ടുള്ള മുണ്ടോ ഈ കോട്ടൺ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ പുറത്ത് വെച്ചിരിക്കുന്ന നൈറ്റിയുടെ പീസാണ്. ഉള്ളിൽ കോട്ടൺ തുണിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നമുക്ക് മുട്ടുസൂചി വെച്ചൊന്ന് കുത്തിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒപ്പം വെച്ച് അടിച്ചെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വെക്കാൻ നേരത്ത് നല്ല വശവും കൂടി ആദ്യം വെക്കണം. ആദ്യം അവസാനം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തുണിയുടെ നല്ല വശവും തമ്മിൽ വേണം വെക്കാനായിട്ട്. എങ്കിലേ ആ നല്ല വശം നമുക്ക് പുറമേ വരത്തുള്ളൂ, സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതിന് ചോക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ പുറത്തോട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എല്ലാ തുണിയും ഒപ്പം വെച്ച് അതിൻ്റെ മേളിൽ കൂടി ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മേളിൽ കൂടിയാണ് ഞാൻ അടിക്കണത്, സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3-4 ഇഞ്ച് വിട്ടേക്കണം അടിക്കാതെ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയാൻ നേരത്തെ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് സൈഡൊക്കെ എല്ലാം ഒന്ന് ഒപ്പമാക്കി വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിക്ക് കിട്ടും. നമ്മൾ വരച്ചിട്ടൊക്കെയല്ല അടിക്കണത്. അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ കിട്ടും അത്. ഇത് നമുക്ക് ആ മറിച്ചിട്ട ആ വശം, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. പതിച്ചൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു ടേപ്പാണ്. നമ്മൾ കെട്ടൊന്നും അല്ല വയ്ക്കുന്നത്. ഈ ഒരു ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 വശത്തും ഈ ടേപ്പ് വയ്ക്കും. ചില ബാഗുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പൊളിച്ചെടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ എടുക്കണ തരത്തിലുള്ള ടേപ്പാണത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനകത്ത് മുള്ളു പോലെയുള്ള വശം ഉണ്ടാവും. അതാണ് നമ്മൾ 2 സൈഡിലായിട്ട് കൊടുക്കണത്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേപ്പ് ഉണ്ട്. അപ്പോൾ ആ ടേപ്പ് നമ്മൾ നേരെ താഴെ അതിൻ്റെ തന്നെ ക്ലോത്തിൻ്റെ തന്നെ നേരെ താഴത്തുണ്ടല്ലോ അവിടെ ഒരു 2-3 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ നല്ല വശത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. മേളിൽ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഉൾവശത്തിലിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത്. നമുക്ക് ഡൈപ്പർ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഒരു പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ നമ്മളത് മാറ്റണം. ഡൈപ്പർ പോലെ ഒത്തിരി നേരം അത് വെക്കാൻ പറ്റത്തില്ല. സ്റ്റിക്കർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളി വെക്കാം. 2 സൈഡിലും 3 സൈഡിലും വള്ളി വെച്ചാൽ മതി. എന്നിട്ട് അത് കോർത്തിങ്ങനെ കെട്ടിയാൽ മതി. ഇതുപോലെ കെട്ടാം. അപ്പോൾ ഇനി കുറച്ച് നമ്മൾ ചെയ്തത് കൂടെ കാണിച്ചേക്കാം. 2-3 ഞാൻ ചെയ്തിരുന്നു. അതാണിത് കേട്ടോ.
എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.